എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ചിരട്ട കൊണ്ടുള്ള ഒരു ശിവലിംഗത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വളരെ മനോഹരമായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ശിവലിംഗത്തിന് ഏകദേശം ഇതുപോലെയുള്ള ചിരട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഏകദേശം ഒരു തേങ്ങ മുഴുവനായിട്ട് തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് മുറി ചിരട്ടകൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ പീസുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. ചിരട്ടയിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഷേപ്പുകൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആക്സോ ബോർഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഈ രൂപത്തിൽ 2 പീസും പിന്നെ കുറേ പീസുകൾ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അതൊക്കെ പല പല ചിരട്ടയിൽ നിന്നായിട്ട് നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട് കൂടുതലൊന്നും കാണിക്കുന്നില്ല. ഏകദേശം ഇതുപോലെയൊക്കെയാണ് പീസുകൾ റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇനി എല്ലാം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. സാൻഡർ മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ പേപ്പർ ഇട്ട് എടുക്കുന്നത്. എല്ലാം ഏകദേശം ഇതുപോലെ ഒന്ന് പേപ്പർ ഇട്ട് റെഡിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എല്ലാ പീസുകളും വേറെ വേറെ ആക്കിയിട്ട് ഇങ്ങനെ ഒരു ചിരട്ടയിലേക്ക് ആദ്യം ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ പീസുകൾ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പീസുകൾ കൂടെ ആവശ്യമുണ്ട്. അതൊക്കെ നമ്മൾ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കുന്നതാണ്. 2 പീസും കൂടി ജോയിൻ്റ് ആക്കി ഒട്ടിച്ചിട്ട് അത് നമ്മൾ ചിരട്ടയിൽ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചിരട്ടയുടെ ഉള്ളിൽ നമ്മൾ മറ്റൊരു ചിരട്ട വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ മുഴുവനായിട്ടുള്ള ശിവലിംഗം വരുന്ന ആ ചിരട്ട കമഴ്ത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ ഫ്ലക്സിക്കൊക്കെ ഇട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ചിരട്ടപ്പൊടിയാണ് നമ്മൾ അതിനെടുക്കുന്നത്. ഇത് നമ്മൾ കുറേ സമയം എടുത്തിട്ട് ചെയ്തതാണ്. പക്ഷേ വീഡിയോ ലെങ്ത് ആവുമെന്ന് വിചാരിച്ച് കുറേ ഭാഗങ്ങൾ നമ്മൾ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമേ റെഡിയാക്കി എടുത്തിട്ടുള്ളൂ. ഏകദേശം ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതേക്ക് ഈ പീസ് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. കറക്റ്റ് ലെവലിൽ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒക്കെ വെച്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. എന്നിട്ട് ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളൊക്കെ പൊടിയൊക്കെ ഇട്ടിട്ട് ചിരട്ട പൊടിയൊക്കെ വെച്ചിട്ട് ശരിക്ക് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചെറിയ ചിരട്ടയുടെ പീസുകൾ വേണം. അതെല്ലാം നമ്മൾ വരച്ചിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് പീസ് കൂടെ ഒട്ടിച്ചെടുത്തിട്ട് ശിവലിംഗത്തിൻ്റെ ആ ഓവ് അത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് കുറേ മുറി പീസുകൾ ആവശ്യമുണ്ട്. അതൊക്കെ ഓരോ ചിരട്ടയിൽ നിന്ന് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ആദ്യം നമ്മൾ ഇതിൻ്റെ ചുറ്റുഭാഗങ്ങളും ഇങ്ങനെ പീസുകൾ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുള്ള ചെറിയ പീസുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് മൊത്തത്തിൽ ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ചെറിയ പീസുകൾ വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് അറിയിക്കുക. നമ്മൾ ഏകദേശം മൊത്തത്തിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് ഗ്രൈൻഡർ പിടിച്ചിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ചിരട്ടപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പീസ് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ആ ഓവ് റെഡി ആക്കാനുള്ളതാണ്. അതിൻ്റെ മീതേക്ക് നമ്മൾ 2 സൈഡിലും പീസ് വെച്ചിട്ട് അത് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒട്ടിച്ചിട്ട് അതിൻ്റെ 2 വശങ്ങളും നമ്മൾ കവർ ചെയ്തെടുക്കും ചിരട്ട വെച്ചിട്ട് തന്നെ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും വെച്ചിട്ട് അത് നമ്മൾ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഏകദേശം ഇതുപോലെ
അവിടെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അരികു വശങ്ങളിൽ ചെറിയൊരു ബോർഡർ മാതിരി വെച്ച് കൊടുക്കുകയാണ്. മൊത്തത്തിൽ ഇങ്ങനെ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കറക്റ്റ് ഷേപ്പൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ ചുറ്റുഭാഗത്തും പിന്നെ താഴെ ഭാഗത്തുമായിട്ട് നമ്മൾ അതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അത്രേ ഉള്ളൂ ഇന്നത്തെ ക്രാഫ്റ്റ് നമുക്ക് ചെയ്യാൻ. ഏകദേശം ഒരു ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ റൗണ്ട് ചിരട്ടയുടെ ഭാഗം അങ്ങനെ കറക്റ്റ് വെച്ചിട്ട് അത് നമ്മൾ ഒട്ടിച്ചിട്ട് പൊടിയൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അടിഭാഗത്തും അതുപോലെ ഒരു പീസ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് മൊത്തത്തിൽ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്ത് റെഡി ആക്കിയതിന് ശേഷം നമ്മൾ പേപ്പറൊക്കെ ഇട്ടെടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ശിവലിംഗത്തിൻ്റെ മീതെ നമ്മൾ ഇളനീറിൻ്റെ ചിരട്ട വെച്ചിട്ട് അങ്ങനെ ഒരു ഷേപ്പ് കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഭസ്മം തൂവിയ പോലെയൊക്കെയുള്ള സംഭവം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് പേപ്പർ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒരു കോട്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീക്ക് അതിലേക്ക് പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒരു കോട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നല്ലൊരു ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കുറേ സമയമെടുത്ത് ചെയ്തതാണ്. അപ്പോൾ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഏകദേശം ഫുള്ളായിട്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം സ്ലീക്ക് അടിച്ചെടുത്ത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം വളരെ മനോഹരമായിട്ട് നമുക്കിത് പോളിഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശിവലിംഗം ഉണ്ടാക്കിയെടുത്തതാണ്. എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവരോടും ഞാൻ ബൈ പറയുന്നു.